അങ്ങനെ കേരയിൽ പദ്ധതിയിൽ നിന്ന് കൈയിട്ട് വാരാൻ വന്ന സഹാക്കളുടെ മോഹവും ഠിം. എന്തായാലും കേരയിൽ പദ്ധതി ഇനി നടക്കില്ല എന്നുള്ളത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു. ഇനി എങ്ങനെ ചൂടായ അപ്പവുമായി കുടുംബശ്രീക്കാർ വന്നിറങ്ങുമെന്നുള്ളത് അപ്പം ഗോവിന്ദൻ തന്നെ പറയേണ്ടി വരും. അതാണ് അവസ്ഥ. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വിട്ടു നൽകുന്നതിൽ എതിർപ്പ് ഉന്നയിച്ച ദക്ഷിണ റെയിൽവേ ഭൂമി വിട്ടു നൽകിയാൽ കേരളത്തിലെ റെയിൽ വികസനം സാധ്യമാകില്ല എന്നും ഭൂമി കൈവശമില്ല എങ്കിൽ വേഗപരിധി കൂടുന്നതിനുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും റെയിൽവേയുടെ വിശദീകരണം. ഇതോടെ കേരയിൽ സ്വപ്നം തന്നെ അവസാനിക്കുകയാണ്. റെയിൽവേ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാര്യകാരണങ്ങൾ നിരത്തി തന്നെയാണ് റെയിൽവേയുടെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ സ്വപ്നങ്ങൾക്ക് ഇത് കരിനിഴൽ ചാർത്തിയിട്ടുമുണ്ട്. സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ 187 ഹെക്ടർ സ്ഥലമാണ് കേരയിൽ കോർപ്പറേഷൻ റെയിൽവേയോട് ആവശ്യപ്പെട്ടത്. പിന്നീട് ഇത് 107 ഹെക്ടറായി ചുരുക്കി. എന്നാൽ ഭൂമി വിട്ടു നൽകാൻ സാധിക്കില്ല എന്ന നിലപാടാണ് റെയിൽവേ സ്വീകരിച്ചത്. റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള 107 ഹെക്ടർ ഭൂമി വിട്ടു നൽകിയാൽ അത് കേരളത്തിൽ ഭാവിയിൽ റെയിൽവേയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. ഇതോടെ സംയുക്ത പദ്ധതി അസാധ്യമായി. പിണറായി വിജയൻ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈന് ചുമപ്പുകൊടി കാട്ടുകയാണ് ദക്ഷിണ റെയിൽവേ എന്നതാണ് ഏറെ വസ്തുത. റെയിൽവേയുടെ സ്റ്റേഷനുകളുടെ വികസനം, ലൈനുകളുടെ ഇരട്ടിപ്പിക്കൽ, സിഗ്നലിംഗ് സംവിധാനത്തെ ഇരട്ടിപ്പിക്കൽ തുടങ്ങിയ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഭൂമി വലിയ തോതിൽ അനിവാര്യമാണ്. അതിനുവേണ്ടിയുള്ള ഭൂമിയാണ് റെയിൽവേ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്നത്. ഈ ഭൂമി വിട്ടു നൽകിയാൽ ഭാവിയിൽ സ്റ്റേഷൻ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കുമെന്നാണ് ദക്ഷിണ റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. സിൽവർ ലൈൻ വിരുദ്ധ സമരസമിതി പ്രവർത്തകനായ കോട്ടയം സ്വദേശി MD തോമസിന് നൽകിയ മറുപടിയിലാണ് ദക്ഷിണ റെയിൽവേ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതേ മറുപടി തന്നെ ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിനും സമർപ്പിച്ചിട്ടുണ്ട്. നിലവിലെ അലൈൻമെന്റ് കൂടിയാലോചനകളില്ലാതെയാണ്. ഭാവി റെയിൽ വികസനത്തിന് ഇത് തടസ്സം സൃഷ്ടിക്കും. റെയിൽവേ നിർമ്മിതികൾക്കും ട്രെയിൻ സർവീസുകളിലും പദ്ധതി ആഘാതമുണ്ടാക്കും. സിൽവർ ലൈൻ റെയിൽവേക്ക് സാമ്പത്തിക ബാധ്യത വരുത്തും. റെയിൽവേ ബോർഡിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്കായി 183 ഹെക്ടർ ഭൂമിയാണ് വേണ്ടത്. ഇതിൽ നല്ലൊരു പങ്ക് വികസന ആവശ്യത്തിന് നീക്കിവച്ചതാണ്. മാത്രമല്ല ഇത് ട്രെയിൻ സർവീസിനുണ്ടാക്കുന്ന ആഘാതം, റെയിൽവേ നിർമ്മിതികൾ പുനർനിർമ്മിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്നിവ പരിഗണിച്ചിട്ടില്ല. പദ്ധതി ചിലവ് റെയിൽവേ കൂടി വഹിക്കുന്നതിനാൽ അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ പിണറായിയുടെ കേരയിലും സ്വാഹ. അതിൽ നിന്ന് കൈയിട്ട് വാരാമെന്ന് എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു പാവപ്പെട്ടവൻ്റെ നെഞ്ചിൽ ചവിട്ടിയും പിണറായിയുടെ പോലീസിനെ കൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെയും സാധാരണക്കാരായ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സിൽവർ ലൈനിന് കുറ്റിയടിക്കാനായി നട റോഡിലൂടെ വലിച്ചിഴച്ച് കാണിച്ച കാട്ടാള ക്രൂരതയ്ക്ക് റെയിൽവേയുടെ വക 2024 തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ